ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുർത്തി സംബന്ധിച്ച്, അതുപോലെ കുർത്തി, കുർത്ത, ചുരിദാർ, കമീസ് ഇവയെല്ലാത്തിൻ്റെയും നമ്മുടെ ഷോൾഡർ സംബന്ധിച്ചുള്ള ടിപ്സുകളാണ് പറഞ്ഞിരുന്നത്. ഷോൾഡർ, അതായത് നമ്മളിപ്പോൾ കുർത്തിക്ക് ആണെങ്കിലും കുർത്ത, അതൊക്കെ ഇപ്പോൾ നമ്മൾ കുർത്തി, കുർത്ത, ചുരിദാർ, കമീസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ലെങ്ത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനൊക്കെ അങ്ങനെ വിളിക്കുന്നത്. ഷോർട്സ് എന്നൊക്കെ പറയുന്നത് ചുരിദാറിൻ്റെ ലെങ്ത്ത് കുറയുന്നു കൂടുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷോൾഡറിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ ടിപ്സുകളാണ് തരുന്നത്. പിന്നെ കുറേ പേർക്കുള്ളൊരു ഡൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷോൾഡർ തന്നെയാണോ ആം ഹോൾ എടുക്കേണ്ടത് അങ്ങനെയുള്ളൊരു സംശയം ഒരുപാട് പേർക്കുണ്ട്. ഷോൾഡർ തന്നെ ആം ഹോൾ എടുത്താൽ എല്ലാ ചുരിദാറിനും ഓക്കെ ആവുമോ? അല്ല, സാരി ബ്ലൗസിൻ്റെ ആണെങ്കിൽ ഷോൾഡർ തന്നെ അതേ ഷോൾഡർ തന്നെ ആം ഹോളിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്താൽ ഓക്കെ ആകുമോ? അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ബ്ലൗസിൻ്റെ ഷോൾഡർ ഇറങ്ങി വീണ് കിടക്കുന്നത്, അല്ലെങ്കിൽ അത് നെക്ക് മലച്ച പോലെ വരുന്നത്? അതിൻ്റെയൊക്കെ സംശയങ്ങൾ തീർക്കാൻ പറ്റാവുന്ന കുറച്ച് ടിപ്സുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലായിട്ട് പറയുന്നത്. പിന്നെ ഷേപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, എത്ര വരെ എടുക്കാം, നമ്മൾ ഷേപ്പിന് ടക്കൊക്കെ എടുക്കുമ്പോൾ എത്ര വരെ സ്റ്റാർട്ടിങ് എത്ര വരെ ആവാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡൗട്ട്സുകളൊക്കെയാണ് ഇന്നത്തെ കാര്യത്തിൽ ഒരു ടിപ്സുകളായിട്ട് തരാൻ പോകുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് തരാൻ മറക്കരുത് ഫ്രണ്ട്സ്. എന്തായാലും ഉറപ്പായിട്ടൊരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് കണ്ടാലും മറ്റുള്ളവർ കമൻറ്റ് ചെയ്യുള്ളൂ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ, ആ വീഡിയോ ഫസ്റ്റ് കാണുന്ന ആൾക്കാരൊക്കെ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ടിപ്സ് പറയാം. ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ നമ്മളൊരു ചെറുതായിട്ടൊന്ന് ഒരു എക്സാമ്പിളായിട്ട് വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഇതിൽ നമുക്ക് ഇവിടെ നിങ്ങളുടെ ഷോൾഡർ എടുക്കാമെന്ന് വിചാരിക്കാം. ഈ ഷോൾഡർ എടുത്തു, ഇവിടെ നിങ്ങളുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ഈ ഒരു അളവിൻ്റെ ഈ ഒരു ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്ത ഈ ലൈനിലാണ് നമ്മൾ ചെസ്റ്റിൻ്റെ നല്ലൊരു ഭാഗം എടുക്കുന്നതും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഇടുന്നതും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഇതിനകത്ത് ഇതിൻ്റെ ഈ ഒരു ആം ഹോളിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഇത് ബാക്ക് പാർട്ടാണെങ്കിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ നമുക്ക് കുഴിച്ച് വെട്ടുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് ആം ഹോളിന് റിങ്കിൾസ് വരാണ്ടിരിക്കാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പുറത്തോട്ട് നമ്മളൊരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ബാക്കിലേക്ക് വരണം, നമുക്ക് ഇപ്പുറത്തെ പുറകിലേക്ക് വരണം. ഓക്കെ, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ ലൈനിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു അളവിലാണ്, ഈ ഒരു രീതിക്കാണ് നമുക്ക് റിങ്കിൾസ് വരാതിരിക്കാനായിട്ട്, നമുക്ക് ചുളിവ് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമുക്കിപ്പോൾ ചുരിദാറിനായാലും അതുപോലെ തന്നെ പിന്നെ സാരി ബ്ലൗസിനായാലും ഒക്കെയും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ കൂടുതൽ പേർക്കുള്ള സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് ഷോൾഡർ എടുത്തു. ഇപ്പോൾ ഇതൊരു ഫോൾഡഡ് സൈഡാണ് കേട്ടോ ഫ്രണ്ട്സ്, ഇതും ഫോൾഡഡ് സൈഡാണ്, ഇത് ഓപ്പൺ സൈഡാണ്, ഇവിടെ ഓപ്പൺ സൈഡാണ്. ഓക്കെ, അപ്പോൾ ഇത് 4ആയിട്ട് മടക്കിയെടുക്കുന്ന ഭാഗം, ഇതും 4ആയിട്ട് മടക്കിയെടുക്കുന്ന ഭാഗം. അപ്പോൾ ഈ ഷോൾഡർ എടുക്കുമ്പോൾ ഈ ഷോൾഡർ ഇപ്പോൾ എത്രയാണ് എടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഒരു 6.5 വിചാരിക്കും എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷോൾഡർ 4ആയിട്ട് മടക്കിയിട്ട് എടുത്തിരിക്കുന്നതിൽ 6.5 ഹാഫ് ഷോൾഡർ. ഇപ്പോൾ ഈ കിടക്കുന്നത് ഹാഫ് ഷോൾഡറാണ് വരുന്നത്. ഓക്കെ, ഹാഫ് ഷോൾഡറാണ്. അപ്പോൾ ഇതേ ഷോൾഡർ തന്നെ ഇവിടുന്ന് 6.5 അങ്ങനെയല്ല എടുക്കേണ്ടത്. അങ്ങനെ എടുത്താൽ നമുക്ക് അളവ് തെറ്റും. നമുക്ക് ഇത് ഈ ഒരു ഇവിടുന്ന് ആം ഹോൾ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബോഡി മെഷർമെൻറ്റിൽ നിന്ന് എടുക്കുന്ന രീതിക്ക് അനുസരിച്ച് പറയാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. അത് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ ഒരു ബോൺ ഉണ്ടാവില്ല, നമുക്ക് ഇവിടെ ഒരു എല്ലുണ്ടാവും. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗത്തെ എല്ലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1 ഇഞ്ച് നീക്കിയിട്ട്, ഒരു 1 ഇഞ്ച് ഇപ്പുറത്തോട്ട് നീക്കിയ ശേഷം, ഓക്കെ, നമുക്കിപ്പോൾ അവർ ഇട്ട് വന്നിരിക്കുന്ന ഡ്രസ്സിൻ്റെ കറക്റ്റ് ആ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, സ്ലീവും ഇവിടുന്ന് സൈഡ് ഷോൾഡറും ജോയിൻ്റ് ആയിട്ടിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയ ശേഷം നമ്മൾ അവരുടെ ടേപ്പ് വെച്ചിട്ട് ആം ഹോളിൻ്റെ റൗണ്ട് എടുക്കാം. അതായത് സാധാരണ എന്നിട്ട് ആം ഹോൾ കർവ് റൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ എടുക്കണം. അതിനുശേഷം ആം ഹോളിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അതായത് റൗണ്ട് എടുക്കണം. അപ്പോൾ അത് മസിൽ വണ്ണാണ്, അത് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. അപ്പം കൈയിൻ്റെ വണ്ണം, മസിൽ വണ്ണം കൂടുതലുള്ള ഭാഗത്തു നിന്ന് കൈയിൻ്റെ കൈക്കുഴിയുടെ അടിഭാഗത്തേക്ക്, അങ്ങനെ അതൊന്നും ആ രീതിയിലും അളവെടുക്കണം. ഈ ഒരു 2 രീതിയിൽ നമ്മൾ അളവെടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്,
ഈ ഭാഗത്തെ അളവെടുക്കാൻ കസ്റ്റമറെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എടുക്കേണ്ടുന്ന അളവെടുക്കാനായിട്ട് നമുക്ക് ബോഡി മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് പ്രധാന പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഈ തുമ്പത്ത് നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ വ്യക്തിയുടെ ആംഹോളിൻ്റെ റൗണ്ട് കർവ് റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് വ്യത്യാസം വരും, വ്യത്യാസം കൂടുതൽ തോന്നിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയ ശേഷം അങ്ങനെ അവരെ കക്ഷത്ത് വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് ടേപ്പ് വെച്ചിട്ട് ഒരു വിരൽ വെച്ചിട്ട് പിടിക്കുക. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും. പിന്നെ മസിലിൻ്റെ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ മസിലിൻ്റെ വണ്ണം നിൽക്കുന്ന ഒരു 2.5 ഇഞ്ച് തൊട്ട് ഒരു 4.5 ഇഞ്ച് വരെയുള്ള അളവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് ഇവിടെ കക്ഷത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ചിട്ടും അളവെടുക്കുക. മനസ്സിലാവണം, അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവാണ്. അപ്പോൾ വണ്ണെടുക്കുക. അപ്പോൾ ആ 2 രീതിയിൽ വണ്ണെടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അളവ് കിട്ടുന്നത്. അപ്പോൾ ഈ ആംഹോൾ കർവ് റൗണ്ടിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നത്. അത് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് 13 ആവാം, 14 ആവാം, 15 ആവാം, 16 ആവാം. പിന്നെ വ്യക്തി അനുസരിച്ച് അത് മാറ്റം വരും. ഓക്കെ, ഈ ഓരോ വ്യക്തി അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു അളവ് എടുക്കേണ്ടത്, ആംഹോൾ കർവ് റൗണ്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഷോൾഡറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല നമ്മൾ ഈ ഒരു സംഭവം എടുത്തത് എന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്ന ഒരു വീഡിയോ, ബ്ലൗസിന് എങ്ങനെ ബോഡി മെഷർമെൻറ്റ് എടുക്കുക, അതിനോടുകൂടി ആഡ് ചെയ്യേണ്ടത് അളവുകൾ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ കൊടുക്കാം. അതിനോടുകൂടി എത്രയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണലായിട്ട് തന്നെ ബ്ലൗസ് കട്ടിങ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. അത് ഫസ്റ്റ് ക്ലാസ് തൊട്ട് ഫുൾ ക്ലാസ് ഒരു 4-5 പോർഷനായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ക്ലാസ് 1, 2, 3 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് പ്രൊഫഷണൽ രീതിയിലും ചെയ്തിട്ടുണ്ട്. 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിൽ നിന്ന് അളവെടുത്ത് തയ്ക്കുന്ന രീതിയിലും 4-5 ക്ലാസ് അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രൊഫഷണൽ മെത്തേഡിൽ ചെയ്തിരിക്കുന്നത്. അത് ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടുള്ള മെഷർമെൻറ്റ് പ്രകാരം അതിനോട് ആഡ് ചെയ്യുന്ന രീതിയിലുള്ള 3-4-5 ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ആ രീതിയിലുള്ള ബ്ലൗസ് കട്ടിങ്ങും നിങ്ങൾക്ക് ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ആദ്യത്തെ അല്ല 2ാമത്തെ പ്രാവശ്യം 4-5 ക്ലാസ് ഇട്ടിരിക്കുന്നതാണ് പ്രൊഫഷണൽ മെത്തേഡിൽ ഇട്ടിരിക്കുന്നത്. അതാണ് ബോഡിയിൽ നിന്ന് എടുത്ത് അളവെടുത്തിരിക്കുന്നത്. അതിന് മുന്നത്തെ ക്ലാസ്സിലത്തെ 4-5 ക്ലാസ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഡ്രസ്സിൽ നിന്ന് അളവെടുത്തിട്ട് ഡ്രസ്സ് ബ്ലൗസ് തയ്ച്ച വീഡിയോ ആണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചോളൂ കേട്ടോ. ആ ഒരു പോയിൻറ്റ്സ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനോട് ആഡ് ചെയ്യേണ്ട മെഷർമെൻറ്റ് എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അളവും തമ്മിൽ എടുക്കേണ്ടുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടിപ്സ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി നമുക്ക് കുറേ പേർക്കുള്ള സംശയമാണ്, ഈ ഷോൾഡർ തന്നെയാണോ? നമ്മളിപ്പോൾ ഫുൾ ഷോൾഡർ എടുക്കുന്നു, ചിലപ്പോൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നു, ഒരു 15 ഇഞ്ച് ഷോൾഡർ കിട്ടി. ആ വ്യക്തിക്ക് നമുക്ക് 15 പകുതിയാണോ അല്ലെങ്കിൽ 16 ഇഞ്ച് ഷോൾഡർ കിട്ടി അതിൻ്റെ പകുതിയാണോ നമുക്ക് ഇവിടെ ഹാഫ് ഷോൾഡറായിട്ട് എടുക്കേണ്ടത്? അങ്ങനെ ഒരു സംശയമുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു സംശയമുണ്ട്. നമുക്ക് ബോഡി മെഷർമെൻറ്റിൽ നിന്ന് എടുക്കുന്ന സെയിം അളവ് തന്നെയാണ്, അതിൻ്റെ പകുതിയാണ് ഇവിടെ ഹാഫ് ഷോൾഡറായിട്ട് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. നമുക്ക് ഒരിക്കലും ബോഡി മെഷർമെൻറ്റിന് എടുക്കുന്ന സെയിം അളവ് തന്നെ ഷോൾഡറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിനേക്കാളും ഇറക്കം കൂടുതലാണ് വരിക. എപ്പോഴും ഷോൾഡർ ഇറങ്ങി കിടക്കും. അതേ മെഷർമെൻറ്റ് ഒരിക്കലും എടുക്കാൻ പാടില്ല. അതിൻ്റെ നമുക്ക് അളവ് കുറച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ ഇറക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, കഴുത്തിൻ്റെ ഇറക്കത്തിനെയും വൈഡിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഷോൾഡറിൽ എത്രത്തോളം കുറയ്ക്കാം എന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് വരുന്നത്. ഇപ്പോൾ 15 കിട്ടിയ വ്യക്തിക്ക് എത്ര കുറയ്ക്കാം എന്നത് ഇവിടെ ആ വ്യക്തിക്ക് ഹാഫ് ഷോൾഡർ കൊടുക്കുമ്പോൾ 15 പകുതി അല്ലാണ്ട് എത്ര നമുക്ക് അതിനകത്ത് കുറച്ചിട്ട് ഇവിടെ എടുക്കാമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ നെക്കിൻ്റെ ഇറക്കത്തിനെയും നെക്കിൻ്റെ ഡെപ്തിനെയും, അതായത് നെക്കിൻ്റെ ഡെപ്ത് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് ഇറക്കം. ഇവിടെ നെക്ക് വൈഡിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും കൂടിയാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു സംഭവത്തിൽ എത്ര കുറയ്ക്കാമെന്ന് വരുന്നത്. ഷോൾഡറിൽ കുറയ്ക്കാമെന്ന് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് അതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ആ ഒരു ഡ്രസ്സ് ഇറങ്ങി വീഴും. അപ്പോൾ കഴുത്ത് മലയ്ക്കുകയും ചെയ്യും. അത് ആ വ്യക്തിക്ക് പാകാവത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിലായിട്ടും കൂടി കൊടുക്കാം. നെക്കിൻ്റെ ഇറക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ശരിക്കും നമ്മൾ ഇതിനകത്ത് കുറയ്ക്കുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമായിട്ടൊരു ക്ലാസ് ഇട്ടത് കൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിനകത്ത് കുറിച്ച് കൂടുതലായിട്ട് പറയാത്തത്. ഇനി നമ്മൾ പറയാത്തൊരു ഭാഗം ഇതിനകത്ത് കവർ ചെയ്യാം. അതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ പറയാത്തൊരു ഭാഗം, നെക്കിൻ്റെ വൈഡ് കൂട്ടുമ്പോൾ ഷോൾഡർ സ്ലോപ്പ്
അതായത് ഇടണോ, അതുപോലെ തന്നെ സൈഡ് ഷോൾഡർ ഇവിടുത്തെ ഇത്രയും ഭാഗം, ഇവിടെ നിന്ന് നമ്മുടെ സൈഡ് ഷോൾഡർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിനെ നമുക്ക് കാണുന്ന ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ വൈഡ് കഴിഞ്ഞ് ഇവിടെ നിന്ന് കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഷോൾഡർ സ്ലീവായിട്ട് ജോയിൻ്റ് ആവുന്നതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ഭാഗം, അതിന് സൈഡ് ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷോൾഡറിന് നമ്മുടെ സൈഡ് ഷോൾഡർ കാണുന്നത് എത്രത്തോളം വരും, ചിലവർ ഇതിനെ സ്ലോപ്പ് ഇടണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ ചിലതിന് ഞാൻ സ്ലോപ്പ് ഇടാറില്ല, ചിലതിന് ഞാൻ സ്ലോപ്പ് ഇടാറുണ്ട്. അതെന്താണ് ഇതിൽ സ്ലോപ്പ് ഇടാത്തത്, ഇതിന് എന്തുകൊണ്ട് സ്ലോപ്പ് ഇട്ടു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ വൈഡ് കൂടുന്നതിനെയും കുറയുന്നതിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പ് ഇടുകയും ഇടാതിരിക്കുകയും ചെയ്യുന്നത്. ഈ സൈഡ് ഷോൾഡറിൻ്റെ ഇവിടെ നമുക്ക് സ്ലോപ്പ് കൊടുക്കുന്നത് നെക്കിൻ്റെ വൈഡ് കൂടുന്നതിനും കുറയുന്നതിനും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ടിപ്പ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ വരയ്ക്കുന്നത് അത്ര വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ്, ഇതൊന്നും അങ്ങനെ നോക്കണ്ട. ഇത് വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും നമ്മൾ ഏകദേശം ഒരു ആളുടെ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചേക്കണം. ഇത് തലമുടിയാട്ടം വരച്ചേക്കണത്. ഓക്കെ 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 അപ്പം നമ്മുടെ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിക്ക് ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യുന്നതും സൈഡ് ഷോൾഡറും വരുന്നതല്ലോ. ഓക്കെ, ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഇവിടുന്ന് വ്യക്തികൾക്ക് അനുസൃതമായ രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു സ്ലോപ്പ് വരുന്നുണ്ട് ഇല്ലേ, നമ്മൾ ഓരോ ബോഡി ലാംഗ്വേജിനും ഇങ്ങനെ സ്ലോപ്പ് വരുന്നുണ്ട്. ചിലർക്ക് ഇങ്ങനെ അധികം സ്ലോപ്പ് ഇങ്ങനെ താഴത്തേക്ക് വരില്ല, ചിലത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അധികം സ്ലോപ്പ് വരുന്നതും വരാത്തതുമായ ബോഡി ലാംഗ്വേജസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ലാതെ തന്നെ നമുക്ക് ഈ വ്യക്തികൾക്ക് നമ്മൾ എടുക്കുന്ന സൈഡ് ഷോൾഡർ ഉണ്ടല്ലോ, നമ്മൾ വ്യക്തിക്ക് ഇവിടെ നോർമലി ഒരു സാരി ബ്ലൗസിനാണെങ്കിൽ നമ്മളിപ്പോൾ 2 ഇഞ്ച് 2.25 ഇഞ്ച് അതേപോലെ 2.5 ഇഞ്ചൊക്കെ ആയിരിക്കും നമ്മൾ സൈഡ് ഷോൾഡർ കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ 2 സൈഡിലേക്കും തയ്യൽ തുമ്പ് പ്ലസ് ഒരു 1/4 ഇഞ്ച് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും ഇല്ലേ. അപ്പോൾ ഈ ഒരു ലെവൽ വരുമ്പോൾ ഈ 2 ഇഞ്ചിനെക്കാട്ടിലും മുകളിലും വരാം. അതിനകത്ത് 2.5 ഇഞ്ച് വരെയൊക്കെ കൂടുതലും കൊടുക്കുന്നത് ബ്ലൗസിന്. അതേസമയം ചുരിദാറിനാവുമ്പോൾ നമ്മളത് കുറച്ചും കൂടിയും കൂടും, ഒരു 3 ഇഞ്ച് 3.25 ഇഞ്ച് 3.5 ഇഞ്ച് ആ ഒരു രീതിയിലും കൂടിയും വരും ഇല്ലേ. ആ ഒരു രീതിയിലാണ് കൂടുതൽ ആളുകളും ഈ സൈഡ് ഷോൾഡർ എടുക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെയൊക്കെ തയ്യൽ തുമ്പായിട്ട് 4 ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് കൊടുക്കുകയും ചെയ്യണം. നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ സാരി ബ്ലൗസിന് 2 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു എന്നിരിക്കും. അതിൻ്റെ കൂടെ 2.25 പ്ലസ് അപ്പോൾ നമ്മൾ 2 ഇഞ്ചാണ് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ 4 ഒരു പോയിൻ്റ് 2 സൈഡിലേക്ക് വരും. അപ്പം നമുക്ക് വരുന്നത് 2.25 ഇഞ്ചാണ്. അപ്പം നമ്മൾ 5.5 ഇഞ്ച് നമുക്ക് ഷോൾഡർ എടുത്തൊരു വ്യക്തിക്ക് ഈ 2.25 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? അപ്പം നമുക്കിതിനകത്ത് 2.25 ഇഞ്ച് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ സൈഡ് ഭാഗം. അപ്പോൾ അത് വൈഡ് വരും, ഈ ഒരു സൈഡിൽ വൈഡ് വരും. ഈ 5.5 ഇഞ്ചിൻ്റെ ഹാഫ് ഷോൾഡർ എടുത്തിരിക്കുന്നതിൽ ബാലൻസ് വരുന്നത് നമുക്ക് 2.25 ഇഞ്ചാണ് ആ ബ്ലൗസിന് വൈഡ് വരുന്നത്. അതേസമയം നമുക്ക് ഇവിടെ ഈ ഒരു അളവ് ഈ ഭാഗത്ത് കൂടുതൽ വരും ഇല്ലേ. അതേസമയം ചില ബ്ലൗസിനെ സമയത്ത് ഈ 2 ഇഞ്ചല്ല, ചിലവർ ഇവിടെ 3 ഇഞ്ച് 3.5 ഇഞ്ച് എടുക്കും. അപ്പോൾ നെക്കിൻ്റെ വൈഡ് കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് 3.5 ഇഞ്ചോളം വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരും. ഇപ്പം നമ്മളിത് 2 ഇഞ്ച് എടുത്തപ്പോഴാണ് നമുക്ക് 2.25 ഇഞ്ച് വൈഡ് വന്നത്. നമ്മളൊരു 3 ഇഞ്ചാണ് ആ വ്യക്തിക്ക് എടുത്തതെന്ന് വെച്ചാൽ 1/4 ഇഞ്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ 3.25 വന്നു ഇല്ലേ. അപ്പോൾ 5.5 3.25 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? അപ്പോൾ നമുക്ക് 1.25 ഇഞ്ച് കിട്ടി. 3 ഇഞ്ചായപ്പോൾ 1.25 ഇഞ്ച് വൈഡ്. അപ്പോൾ വൈഡ് 1.25 ഇഞ്ചാണ് കിട്ടുന്നത്. 2 ഇഞ്ചാവുമ്പോൾ 2.25 ഇഞ്ച് വൈഡ് കിട്ടി. അപ്പോൾ വൈഡ് കൂടുതൽ വന്നിരിക്കണം അല്ലേ. അപ്പോൾ ഈ വൈഡ് കൂടുതൽ വരുന്നതിനനുസരിച്ചുള്ള വ്യത്യാസം നമ്മൾ പറയാം. ഇവിടെ നമ്മൾ 2 ഇഞ്ചിൻ്റെ
സംഭവം വരികയാണെങ്കിൽ നമ്മുടെ ഈ സൈഡിൽ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ആയിട്ട് ചേർന്ന് കിടക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും, ഇത്രയും ദൂരം നമുക്ക് വൈഡ് കൂടും. അപ്പോൾ വൈഡ് കൂടുക ചെയ്യുക, അതായത് സൈഡ് ഷോൾഡറിന് വളരെ കുറവ് വരുമ്പോൾ നമുക്ക് ആ ഡ്രസ്സിന് വൈഡ് കൂടും, ആ നെക്കിൻ്റെ വൈഡ് കൂടുതലായിട്ട് വരും. അപ്പോൾ സൈഡ് ഷോൾഡർ കുറയുമ്പോൾ നമ്മുടെ ഈ സ്ലീവിൻ്റെ ഈ സൈഡിലാണ് വന്ന് കിടക്കുന്നത്. ഇത് വൈഡ് കൂട്ടുകയും ചെയ്യും. അങ്ങനത്തെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഈ സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് നമുക്ക് സ്ലോപ്പ് കൊടുക്കേണ്ട, സ്ലോപ്പിൻ്റെ തെറ്റ് ഭാഗത്താണ് വന്ന് കിടക്കേണ്ടത് ഈ ഒരു സാധനം. അതായത് ബ്ലൗസിൻ്റെ സൈഡ് ഷോൾഡർ ഈ തെറ്റ് ഭാഗത്ത് നമ്മുടെ സ്ലീവിൻ്റെയും ഇതിൻ്റെയും ഭാഗത്ത് അറ്റത്തായിട്ട് വന്ന് എടുക്കുന്നത് കൊണ്ട് നമുക്ക് അതിന് സ്ലോപ്പ് കൊടുക്കണ്ട. അവരുടെ ഡ്രസ്സിന് നമുക്ക് സ്ലോപ്പ് കൊടുക്കണ്ട, കാരണം സൈഡ് ഷോൾഡർ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് നമുക്ക്. അതേസമയം അവരുടെ ഡ്രസ്സിന് നമ്മളൊരു 3 ഇഞ്ച് 3.5 ഇഞ്ച് 4 ഇഞ്ച് കൊടുത്തിരിക്കുമ്പോൾ നമ്മൾ ആ കഴുത്തിനോട് ചേർന്ന് വന്നു. അപ്പോൾ എന്തിട്ട് കഴുത്തിനോട് ചേർന്ന് വരുമ്പോൾ വൈഡ് കുറഞ്ഞു, അവരുടെ കഴുത്തിൻ്റെ വൈഡ് കുറഞ്ഞു, ഇടുക്കായി തുടങ്ങി. മനസ്സിലായോ? കഴുത്തിൻ്റെ വൈഡ് കുറയുമ്പോൾ കഴുത്ത് ഇടുക്കം വരും. ഇടുക്കം വരുമ്പോൾ ഈ സൈഡ് ഷോൾഡറിൻ്റെ അളവ് കൂടി. സൈഡ് ഷോൾഡറിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഇവിടുന്ന് സ്ലോപ്പ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ടൈറ്റ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. ഇതിനെ ടൈറ്റ് ചെയ്ത് നിർത്താൻ നമുക്ക് സ്ലോപ്പ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമുക്ക് സ്ലോപ്പ് കൊടുക്കണം. നമ്മൾ വൈഡ് കൂടുതൽ എടുക്കണു, സൈഡ് ഷോൾഡർ കുറവ് വരുത്തുന്നു, അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വ്യക്തിക്ക് സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ ഡ്രസ്സുകൾ തയ്ച്ചപ്പോൾ നമ്മൾ സ്ലോപ്പ് കൊടുത്തതും സ്ലോപ്പ് കൊടുക്കാണ്ട് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് കേട്ടോ. ചിലവരുടെ ഡ്രസ്സിൽ ഞാൻ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, ചിലവരുടെ ഡ്രസ്സിലൊന്നും തയ്ച്ചപ്പോൾ ഒന്നും സ്ലോപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ ബ്ലൗസിലായാലും ചുരിദാറിലായാലും ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചെറുതായിട്ടാണ് നെക്ക് വൈഡ് കൂടുമ്പോൾ നമുക്ക് സൈഡ് ഷോൾഡർ കുറയും. നെക്ക് വൈഡ് കൂടുന്ന ഏതൊരു ഡ്രസ്സിനും സൈഡ് ഷോൾഡർ കുറഞ്ഞ വരിക. നെക്ക് വൈഡ് കുറയുന്നതിൻ്റെ സൈഡ് ഷോൾഡർ കൂടിക്കൊണ്ടിരിക്കും. നെക്ക് വൈഡ് കുറച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഷോൾഡറിൻ്റെ അളവ് കൂടി, സൈഡ് ഷോൾഡറിൻ്റെ അളവ് കൂടിയാൽ അവിടെ നമ്മൾ സ്ലോപ്പ് കൊടുത്തോളണം. കാരണം ഈ കഴുത്തിലൂടെ ചേർന്ന് വരണം. അപ്പോൾ ചേർന്ന് വരുമ്പോൾ സ്ലോപ്പ് അല്ലേ, നമുക്ക് നല്ലോണം ആ വ്യക്തി അനുസരിച്ച് ബോഡിക്ക് സ്ലോപ്പ് ഉണ്ട് ഇല്ലേ, ആ ലെവലാണ് വരുന്നത്. ഒരു നമ്മൾ സാധാരണ തയ്ച്ച് വരുമ്പോൾ നമ്മളൊരു 4 ഇഞ്ച് സ്ലോപ്പ് ഇട്ടാൽ മതി. പ്രത്യേകിച്ച് കട്ട് ചെയ്യുമ്പോൾ സ്ലോപ്പ് ഇടണമെന്ന് യാതൊരു ഇതില്ല കേട്ടോ. നല്ലോണം സ്ലോപ്പ് പോലെ നല്ല ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ താഴ്ന്ന് നിൽക്കുന്ന പോലത്തെ ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ മാത്രം ഒരു 4 ഇഞ്ച് മാറ്റിയത് ഒരു 1/2 ഇഞ്ചോളൊക്കെ നമുക്ക് സ്ലോപ്പ് കൊടുത്താൽ മതി. ആ വ്യക്തി അനുസരിച്ച് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് സ്ലോപ്പിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. ആ ഒരൊറ്റ കാര്യമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ടിപ്പ് ഒന്നുകൂടിയും പറയാം. സൈഡ് ഷോൾഡറും നെക്ക് വൈഡും അതുപോലെ തന്നെ ഷോൾഡർ സ്ലോപ്പും ഈ 3 പോയിന്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഷോൾഡർ തന്നെയാണോ, അതുപോലെ ഷോൾഡറിൻ്റെ ഇറക്കം എടുക്കേണ്ടുന്നത് ഫുൾ ഷോൾഡർ, അതായത് ഹാഫ് ഷോൾഡർ എടുക്കേണ്ടത്. ഫുൾ ഷോൾഡറിൻ്റെ പകുതിയാണല്ലോ ഹാഫ് ഷോൾഡർ. 4ആയിട്ട് മടക്കിയിടുമ്പോൾ ഹാഫ് ഷോൾഡർ എടുക്കേണ്ടുന്ന അളവ് എങ്ങനെ അടിസ്ഥാനപ്പെടുത്തി എടുക്കണമെന്ന് വെച്ചാൽ നെക്കിൻ്റെ ഇറക്കത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടും നെക്കിൻ്റെ വൈഡിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുമാണ് നമ്മൾ ഈ പറഞ്ഞ ഹാഫ് ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയോ കേട്ടോ. അപ്പോൾ ഒരുപാട് ടിപ്സ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ട് കൂടുതൽ ഇപ്പോൾ ടിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടിപ്സ് ഒന്നിച്ച് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും ബിഗിനേഴ്സിന്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയും നമ്മൾ ടിപ്സുകളെ തരുന്നുള്ളൂ. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതുതായിട്ട് ആരെങ്കിലും ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.